നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ. ഞാൻ മേരി ക്വീൻസ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം സീനിയർ കൺസൾട്ടൻ്റാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ ഡി പറ്റിയും അതിൻ്റെ ഡെഫിഷ്യൻസിയെ പറ്റിയും അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയുമാണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു വൈറ്റമിനാണ്. നമുക്ക് ആദ്യം വൈറ്റമിൻ ഡിയുടെ ശരീരത്തിലെ പ്രവർത്തനത്തെ പറ്റി നോക്കാം. വൈറ്റമിൻ ഡി പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുകയും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള കാൽസ്യം അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അത് ബോണുകളിൽ, എല്ലുകളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അത് ഈ ഒരു ആക്ഷന് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് അതിന് മതിയായ അളവിൽ കൂടിയേ തീരൂ. വൈറ്റമിൻ ഡി അടുത്ത കാലത്തായി കൂടുതലായിട്ട് ചർച്ചയിൽ വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തും കോവിഡ് കഴിഞ്ഞിട്ടുള്ള പീരീഡിലും ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ചുകൾ നടത്തുകയും ട്രീറ്റ്മെൻറ്റ്, ഡയഗ്നോസ് ഇതൊക്കെ കൂടുതലായിട്ട് നടന്നു വരുന്നുണ്ട്. ലോക ജനസംഖ്യയിൽ 70%-ലധികം ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പോഷകാഹാരക്കുറവും മറ്റ് പ്രശ്നങ്ങളും കാരണം. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ബലക്കുറവുണ്ടാകുക, പിന്നെ അങ്ങനെ ഈ ഡെഫിഷ്യൻസി കൂടി കുറേ നാളുകൾ നീണ്ടു നിന്നാൽ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. തുടക്കത്തിൽ ശരീരത്തിന് ക്ഷീണം, തളർച്ച, എല്ലുകൾക്ക് വേദന, ജോയിൻസിന് വേദന, അങ്ങനെയൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാകുന്നത്. കൂടുതൽ നാൾ നീണ്ടു നിന്നാൽ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുകയും ചെറിയ പരിക്കുകൾ വന്നാൽ തന്നെ ഫ്രാക്ചറുകൾ ഉണ്ടാകാനുമുള്ള ചാൻസ് ഉണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മെയിനായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് മുഖേനയാണ്. പല ബ്ലഡ് ടെസ്റ്റുകൾ, എക്സ്റേ വെച്ചുള്ള ടെസ്റ്റുകൾ അങ്ങനെയുണ്ട്. പക്ഷേ കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളതും നമുക്ക് വലിയ ഒരു കഴിയുന്നതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ D3 ലെവൽ ചെക്ക് ചെയ്യുകയാണ് ബ്ലഡിൽ. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡെഫിഷ്യൻസി യൂഷ്വലി ബിലോ 20 ആണ് അതിൻ്റെ റിസൾട്ടെങ്കിൽ ഡെഫിഷ്യൻസി, അതായത് ക്രിട്ടിക്കലായിട്ട് കുറവാണ്. 20 to 30 ആണ് ലെവലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ്, അതായത് അളവ് കുറവാണ്. മോർ ദാൻ 30 ആണെങ്കിൽ നോർമൽ ലെവൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ലാബ് ടെസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്ക് വൈറ്റമിൻ ഡി എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. മെയിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സൺലൈറ്റ്, സൂര്യപ്രകാശം ശരീരത്തിലേക്കുമ്പോഴാണ് നമ്മുടെ ബോഡി തന്നെ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ഒരു ദിവസം ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. പര്യാപ്തമായ രീതിയിൽ സൂര്യപ്രകാശം കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ നിന്ന് ആവശ്യത്തിന് കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡെഫിഷ്യൻസി ആയിട്ട് ഉണ്ടാകുന്നത്. ആദ്യത്തെ സോഴ്സ് സൂര്യപ്രകാശം. രണ്ടാമത്തേത് ആഹാരത്തിൽ മെയിനായിട്ട് വൈറ്റമിൻ ഡി കൂടുതലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നോൺ വെജ് ആഹാരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മീൻ, ഇറച്ചി, മുട്ട, ലിവർ, അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മെയിനായിട്ടുള്ളത് കൂണാണ്, മഷ്റൂം. പിന്നുള്ളത് ബനാന, ഓറഞ്ച്, സോയാബീൻ, സോയാ മിൽക്ക് തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. പക്ഷേ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജ് ആഹാര സാധനങ്ങളാണ്. തേർഡ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റായിട്ട് ഐറ്റംസ് പലതും ഫുഡ് ഫോർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ പാലിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ചേർത്ത് ആർട്ടിഫിഷ്യലായിട്ട് ചേർത്ത് ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അത് നമ്മൾ പല പാലിൻ്റെ പാക്കറ്റ് നോക്കുമ്പോൾ കാണാം, അതിനകത്ത് വൈറ്റമിൻ എയും ഡിയും ആഡഡ് ഫോർട്ടിഫൈഡ് വിത്ത് എന്ന് കാണുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ സോഴ്സ്. നാലാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് സപ്ലിമെൻറ്റ്സ്, അതായത് മരുന്നായിട്ട്, ടാബ്ലറ്റായിട്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട്, സിറപ്പായിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നത്. അത് സപ്ലിമെൻറ്റ്സ് യൂഷ്വലി നമ്മൾ ഒത്തിരി ഡെഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, സിംറ്റംസ് കൂടുതലായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഇന്ന് WHO റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അണ്ടർ ഡയഗ്നോസ്ഡ് ആൻഡ് അണ്ടർ ട്രീറ്റഡ്, അതായത് ഏറ്റവും കുറവ് കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കുറവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പോഷകക്കുറവാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൽ തന്നെ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യണം. വെറുതെ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് കുറവാണെന്ന് വെച്ച് വൈറ്റമിൻ ഡി ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ടോക്സിറ്റി, വൈറ്റമിനോസിസ് ഡി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മോർ ദാൻ 100 ആണെങ്കിൽ അത് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും ഇങ്ങനെ ഒരു ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ ജനറൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. അത് ലോ ലെവലാണ് കാണിക്കുന്നതെങ്കിൽ
ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ വാല്യൂ അനുസരിച്ചാണ് എത്ര നാൾ കഴിക്കണം, ഏത് ടൈപ്പ് സപ്ലിമെൻറ്റ് കഴിക്കണം, എത്ര നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യണം, അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക.